നേട്ടങ്ങളുടെ, നഷ്ടങ്ങളുടെ, പരാജയത്തിൻ്റെ, വിജയത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സങ്കടങ്ങളുടെ 2025. പൊതുവെ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്. പ്രവാസി മലയാളികളുടെ 2025 എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ഈ കൊല്ലത്തെക്കുറിച്ച് ഇപ്പം പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയാനാണ്? 2025 പ്രവാസി മലയാളികളടക്കം നേരിട്ട പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധമായിരുന്നു. 2025 ജൂൺ 13 ആരംഭിച്ച ഈ യുദ്ധത്തിൽ ഇറാൻ അമേരിക്കൻ സൈന്യത്തെ ലക്ഷ്യം വെച്ച് ഖത്തറിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയത് പ്രവാസി മലയാളികളിലടക്കം വലിയൊരു ആശങ്കയുണ്ടാക്കി. എന്നാൽ GCC രാജ്യങ്ങളുടെ മാന്യമായിട്ടുള്ള ഇടപെടൽ മൂലം യുദ്ധം അവസാനിക്കുകയും ആശങ്കകൾ ഒഴിവാവുകയും ചെയ്തു. ഇനി സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിനിമയ നിരക്ക് തന്നെയായിരുന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച ഒരു വശത്ത് ചർച്ചയായപ്പോഴും 2025 അവസാനത്തിൽ 26 രൂപ ദിർഹത്തിന് വിനിമയ നിരക്ക് ഉണ്ടാവും എന്നൊക്കെ സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെ ശരിവെക്കുന്ന രീതിയിൽ 25 രൂപ തൊടാൻ വിനിമയ നിരക്കിന് സാധിച്ചു. ഇപ്പോൾ ശമ്പളം കൂടാത്ത തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ദിർഹത്തിൽ ശമ്പളം കൂടിയിട്ടില്ലെങ്കിലും ഇന്ത്യൻ രൂപയിൽ ശമ്പളം കൂടി എന്നൊരു സന്തോഷം കൂടി അവരെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നു. 2025 കറാമ വൈബ് തകൃതിയായിട്ട് തന്നെ നടന്നു. വിശുദ്ധ റമദാനിൽ മലയാളികളടക്കം നേതൃത്വം കൊടുക്കുന്ന കറാമ വൈബിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇത്തവണയും സോഷ്യൽ മീഡിയയിൽ വാഗ്വാദങ്ങളുണ്ടായി. പലരും രൂക്ഷമായിട്ടൊക്കെ പ്രതികരിക്കുകയുണ്ടായി. കറാമ വൈബ് വേണോ വേണ്ടേ എന്നുള്ള ചർച്ചയൊക്കെ നടന്നെങ്കിലും സംഗതി വെച്ച് തകർക്കുകയായിരുന്നു. പൊതുവെ ക്രിസ്മസ് വരെ നീളുന്നതാണ് മലയാളി പ്രവാസികളുടെ ഓണാഘോഷം എന്ന് പറയാറുണ്ട്. ഇത്തവണ അതിന് ഏകദേശമൊക്കെ ഒന്ന് വിരാമമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം ആദ്യ 2 മാസങ്ങളിൽ മാത്രമാണ് കാര്യമായിട്ടുള്ള ഓണാഘോഷങ്ങളെല്ലാം തന്നെ നടന്നിരുന്നത്. അതിനിടക്ക് ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ട് കറാമയിൽ ചില വിരുദ്ധന്മാർ തല്ലുകൂടി മലയാളികളെ പറയിപ്പിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു. ഈ സംഭവം മലയാളികൾക്ക് നാണക്കേട് ഉണ്ടാക്കി എന്നും പലരും അഭിപ്രായപ്പെട്ടിരുന്നു. എന്തായാലും ഇതിനുകൂടി സാക്ഷിയായ വർഷമായി 2025. ഈ വർഷത്തിന്റെ തുടക്കത്തിലും മധ്യത്തിലുമൊന്നും അങ്ങനെ UAE മഴ അനുഭവപ്പെട്ടിട്ടില്ലെങ്കിലും ഡിസംബറിന്റെ അവസാനത്തിൽ 2 ദിവസം പെയ്ത മഴ തന്നെ മതിയായിരുന്നു മലയാളികളുടെയും മനസ്സ് നിറയാൻ. ഇനി ചൂടാണെങ്കിലോ ഈ വർഷം റെക്കോർഡുകൾ ഭേദിച്ച് 51.8 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തുകയും ചെയ്തു. മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല വർഷമായിരുന്നു 2025. നഷ്ടക്കണക്കാണ് പ്രൊഡ്യൂസർ അസോസിയേഷനൊക്കെ പറയുന്നതെങ്കിലും ചില സിനിമകളൊക്കെ വേറിട്ട് നിന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഫീമെയിൽ സെൻട്രിക് ക്യാരക്ടറുമായി വന്ന് ഹിറ്റടിച്ച ലോക തന്നെയായിരുന്നു. മലയാള സിനിമയുടെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും മറികടന്ന് 300 കോടി രൂപയാണ് ആഗോളതലത്തിൽ ലോക സ്വന്തമാക്കിയത്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമ എമ്പുരാനായിരുന്നു എന്നാണ് കളക്ഷൻ റെക്കോർഡുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ സെലിബ്രേറ്റ് ചെയ്ത ഇഷ്ടപ്പെട്ട ഒരു സിനിമ തുടരവും ആയി മാറി. മഹാനടൻ മമ്മൂട്ടിയും 2025 അവസാന ലാപ്പിൽ കളങ്കാവലിലൂടെ വന്ന് ഹിറ്റടിച്ച് തൻ്റെ അഭിനയ മികവ് 2025 തേച്ചുമിനുക്കി. ഈ വർഷം IPL റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കപ്പടിച്ചതോടുകൂടി ലോയലായ ചില ആരാധകരും ഹാപ്പിയാണ്. ഇന്ത്യൻ വുമൻസ് ടീം ലോക കിരീടവും പുരുഷ ടീം ചാമ്പ്യൻസ് ട്രോഫിയും ഏഷ്യ കപ്പും ഒക്കെ നേടിയത് പ്രവാസ ലോകത്തുള്ള ക്രിക്കറ്റ് ആരാധകരെയും ഹാപ്പിയാക്കി മാറ്റി. എന്നാൽ കോഹ്ലിയും രോഹിത്തും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് ഇവരുടെ ആരാധകർക്ക് നിരാശയുടെ കൂടി വർഷമായിരുന്നു. സഖാവ് VS അച്യുതാനന്ദനും സിനിമാ രംഗത്ത് നിന്ന് കലാഭവൻ നവാസും ശ്രീനിവാസനും അടക്കമുള്ള പ്രതിഭകളുടെ നഷ്ടമുണ്ടായ വർഷം കൂടിയായി 2025 മാറി. പ്രവാസികളും അക്കാര്യത്തിൽ അഗാധമായിട്ടുള്ള ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു. ഹസ്കി ഡാൻസും താമിയോങ്കിറും ബാബുസാമിയും ഞെട്ടിക്കൽ ബിരിയാണിയും അടക്കമുള്ള സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ ഗൾഫ് നാടുകളിലുള്ള മലയാളികളും ഏറ്റെടുത്തു. ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല എന്ന ഡയലോഗും സൈബർ സ്പേസുകളിൽ കളം പിടിച്ചിരുന്നു. ഒരു കൊല്ലം അതിൻ്റെ വേഗതയിൽ തന്നെ പോകുന്ന സമയത്ത് ജീവിതത്തിൽ വേഗം കൂടിയിട്ടുള്ള നമ്മൾ പറയും ഒരു കൊല്ലം പോയ പോക്കേന്ന്. കാലവും പ്രകൃതിയൊക്കെ പഴയതുപോലെ തന്നെയല്ലേ, പിന്നെ എവിടെയാണ് മാറ്റം വന്നിട്ടുള്ളത്? സമയം കളയാൻ ഒരുപാട് വഴികൾ വന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. ഒരാളുടെ മറുപടിക്ക് 2-3 ദിവസം കാത്തിരിക്കേണ്ടി വന്നിടത്ത് ഒരു ബ്ലൂടിക്ക് അകലം, ഒരു സീൻ ദൂരം, അല്ലെങ്കിൽ ഒരു ലവ് റിയാക്ഷൻ മാത്രം. 1 മിനിറ്റിൽ നിന്ന് 2.5 മണിക്കൂറിലേക്ക് ഒരു റീൽ ദൂരം മാത്രം. എണ്ണിയാൽ പലതിനും വേഗത കൂടിയിട്ടുണ്ട്. ഇത് വരാൻ പോകുന്ന 2026 ചോദിച്ചാൽ ആ വർഷം പറയും നിനക്കൊന്ന് ചവിട്ടി പിടിച്ചൂടെ, എന്തിനാണ് വർഷത്തെ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്ന്.